നമ്മുടെ സ്റ്റോറിയുടെ പേര് ദ ബ്ലൈൻഡ് ഗേൾ, അന്ധയായ പെൺകുട്ടി. ബ്ലൈൻഡ് എന്ന് പറഞ്ഞാൽ കാഴ്ചയില്ലാത്ത അല്ലെങ്കിൽ കണ്ണു കാണാത്ത, അന്ധൻ, ഇതൊക്കെയാണ് അർത്ഥം. ബ്ലൈൻഡ് ഗേൾ എന്ന് പറഞ്ഞാൽ അന്ധയായ പെൺകുട്ടി. ദ ബ്ലൈൻഡ് ഗേൾ, അന്ധയായ പെൺകുട്ടി. അപ്പം നമുക്ക് കഥ കേട്ട് നോക്കാം. There was a blind girl who despised herself because she was blind. കാഴ്ചയില്ലാത്തതിനാൽ സ്വയം വെറുത്ത ഒരു അന്ധയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. There was a blind girl. ബ്ലൈൻഡ് ഗേൾ എന്ന് വെച്ചാൽ അന്ധയായ പെൺകുട്ടി. There was a blind girl. ഒരു അന്ധയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. Who despised herself. ഡിസ്പൈസ് എന്ന് വെച്ചാൽ നിന്ദിക്കുക, വെറുക്കുക, പുച്ഛിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഹെർസെൽഫ് എന്ന് പറഞ്ഞാൽ അവളെ തന്നെ അല്ലെങ്കിൽ സ്വയം. ഡിസ്പൈസ്ഡ് ഹെർസെൽഫ്, അവളെ തന്നെ വെറുത്തു. അതെന്തുകൊണ്ടാണ്? ബിക്കോസ് ഷി വാസ് ബ്ലൈൻഡ്. ബിക്കോസ് എന്ന് പറഞ്ഞാൽ കാരണം. ഷി വാസ് ബ്ലൈൻഡ്, അവൾ അന്ധയായിരുന്നു. ബിക്കോസ് ഷി വാസ് ബ്ലൈൻഡ്, കാരണം അവൾ അന്ധയായിരുന്നു. There was a blind girl who despised herself because she was blind. കാഴ്ചയില്ലാത്തതിനാൽ സ്വയം വെറുത്ത ഒരു അന്ധയായ പെൺകുട്ടി ഉണ്ടായിരുന്നു. The only person she didn't hate was her loving boyfriend because he was always there for her. അവൾ വെറുക്കാത്ത ഒരേ ഒരു വ്യക്തി അവളുടെ സ്നേഹനിധിയായ ബോയ്ഫ്രണ്ട് മാത്രമായിരുന്നു, അല്ലെങ്കിൽ കാമുകൻ മാത്രമായിരുന്നു. കാരണം അവൻ അവൾക്കായി എപ്പോഴും ഉണ്ടായിരുന്നു. The only person she didn't hate. The only person. ഓൺലി എന്ന് പറഞ്ഞാൽ നമ്മൾ മാത്രം എന്നുള്ള അർത്ഥത്തിൽ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഒരേ ഒരു എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാം. ദി ഓൺലി പേഴ്സൺ. പേഴ്സൺ എന്ന് പറഞ്ഞാൽ വ്യക്തി അല്ലെങ്കിൽ ആൾ. ദി ഓൺലി പേഴ്സൺ, ഒരേ ഒരു വ്യക്തി. ഷീ ഡിഡിൻ ഹേറ്റ്. ഹേറ്റ് എന്ന് പറഞ്ഞാൽ വെറുക്കുക. ഷീ ഡിഡിൻ ഹേറ്റ്. ഷീ ഡിഡിൻ ഹേറ്റ് എന്ന് പറഞ്ഞാൽ അവൾ വെറുത്തില്ല. ദി ഓൺലി പേഴ്സൺ ഷീ ഡിഡിൻ ഹേറ്റ്. അവൾ വെറുക്കാത്ത ഒരേ ഒരു വ്യക്തി. അതാരായിരുന്നു? വാസ് ഹെർ ലവിങ് ബോയ് ഫ്രണ്ട്. ആയിരുന്നു എന്ന് പറയാനായിട്ട് നമ്മൾ വാസ് വെച്ചു. ഹെർ, അവളുടെ. ലവിങ് ബോയ് ഫ്രണ്ട്. ലവിങ്, സ്നേഹമുള്ള. സ്നേഹമുള്ള അല്ലെങ്കിൽ സ്നേഹനിധിയായ ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ കാമുകൻ. ബിക്കോസ് ഹി വാസ് ഓൾവേസ് ദെയർ ഫോർ ഹെർ. ബിക്കോസ്, കാരണം. ഹി വാസ് ഓൾവേസ് ദെയർ ഫോർ ഹെർ. ഹി വാസ് ഓൾവേസ് ദെയർ, അവൻ എപ്പോഴും ഉണ്ടായിരുന്നു. ഫോർ ഹെർ, അവൾക്കായി. ഹി വാസ് ഓൾവേസ് ദെയർ ഫോർ ഹെർ, അവൻ അവൾക്കായി എപ്പോഴും ഉണ്ടായിരുന്നു. ദി ഓൺലി പേഴ്സൺ ഷീ ഡിഡിൻ ഹേറ്റ് വാസ് ഹെർ ലവിങ് ബോയ് ഫ്രണ്ട് ബിക്കോസ് ഹി വാസ് ഓൾവേസ് ദെയർ ഫോർ ഹെർ. ഷീ സെഡ് ദാറ്റ് ഇഫ് ഷീ കുഡ് സീ ദിസ് വേൾഡ് ഷീ വുഡ് മാരി ഹിം. ഷീ സെഡ് ദാറ്റ്. സെഡ്, പറഞ്ഞു. ഷീ സെഡ് ദാറ്റ്, അവൾ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഇഫ് ഷീ കുഡ് സീ ദിസ് വേൾഡ് ഷീ വുഡ് മാരി ഹിം. ഇഫ് ഷീ കുഡ് സീ ദിസ് വേൾഡ്. ഇഫ്, എങ്കിൽ. ക്യാനിൻ്റെ അർത്ഥം കഴിയുക, അതിൻ്റെ പാസ്റ്റാണ് കുഡ്. വേൾഡ്, ലോകം. ദിസ് വേൾഡ്, ഈ ലോകം. ഇഫ് ഷീ കുഡ് സീ ദിസ് വേൾഡ്. സീ എന്ന് പറഞ്ഞാൽ കാണുക. ഇഫ് ഷീ കുഡ് സീ ദിസ് വേൾഡ്, അവൾക്ക് ഈ ലോകം കാണാൻ കഴിയുമെങ്കിൽ. ഷീ വുഡ് മാരി ഹിം. നമ്മൾ എന്തെങ്കിലും സാങ്കല്പിക കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് അവിടെ നമ്മൾ വുഡ് വെച്ച് പറയാറുണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, എനിക്ക് പണം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ടൂറ് പോകുമായിരുന്നു. ഇതുപോലെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം സങ്കല്പിച്ച് പറയുകയാണ്. ഈ സമയത്ത് നമ്മൾ വുഡ് വെച്ചിട്ട് അവിടെ ആ സെൻറ്റൻസ് പറയാറുണ്ട്. അതുപോലെയാണ് ഇവിടെയും പറഞ്ഞിട്ടുള്ളത്. ഇഫ് ഷീ കുഡ് സീ ദിസ് വേൾഡ്, അവൾക്ക് ഈ ലോകം കാണാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ ഈ ലോകം കാണാൻ കഴിഞ്ഞാൽ. ഷീ വുഡ് മാരി ഹിം, അവൾ അവനെ വിവാഹം കഴിക്കുമായിരുന്നു. ഷീ സെഡ് ദാറ്റ് ഇഫ് ഷീ കുഡ് സീ ദിസ് വേൾഡ് ഷീ വുഡ് മാരി ഹിം. വൺ ഡേ someone donated a pair of eyes to her. Now she could see everything, including her boyfriend. ഒരു ദിവസം ഒരാൾ അവൾക്ക് ഒരു ജോഡി കണ്ണുകൾ ദാനം ചെയ്തു. ഇപ്പോൾ അവൾക്ക് അവളുടെ കാമുകൻ ഉൾപ്പെടെ എല്ലാം കാണാൻ കഴിയും. വൺ ഡേ, ഒരു ദിവസം. someone donated a pair of eyes. someone എന്ന് പറഞ്ഞാൽ ആരോ അല്ലെങ്കിൽ ആരോ ഒരാൾ. ഡൊണേറ്റ്, ദാനം ചെയ്യുക. someone donated, ആരോ ദാനം ചെയ്തു. എന്താ ദാനം ചെയ്തത്? a pair of eyes. പെയർ എന്ന് വെച്ചാൽ ജോഡി. ഐസ്, കണ്ണുകൾ. a pair of eyes, ഒരു ജോഡി കണ്ണുകൾ. to her, അവൾക്ക്. someone donated a pair of eyes to her. ആരോ അവൾക്ക് ഒരു ജോഡി കണ്ണുകൾ ദാനം ചെയ്തു. Now she could see everything, including her boyfriend. Now she could see everything. Now, ഇപ്പോൾ. See, കാണുക. Everything, എല്ലാം. Now she could see everything. ഇപ്പോൾ അവൾക്ക് എല്ലാം കാണാൻ കഴിഞ്ഞു. ഇൻക്ലൂഡിങ് ഹെർ ബോയ് ഫ്രണ്ട്. ഇൻക്ലൂഡിങ് എന്ന് വെച്ചാൽ ഉൾപ്പെടെയുള്ള. ഇൻക്ലൂഡിങ് ഹെർ ബോയ് ഫ്രണ്ട്,
അവളുടെ ബോയ് ഫ്രണ്ട് ഉൾപ്പെടെ എല്ലാം അവൾക്ക് കാണാൻ കഴിഞ്ഞു. One day, someone donated a pair of eyes to her. Now she could see everything, including her boyfriend. Her boyfriend asked her, "Now you can see this world. Will you marry me?" Her boyfriend asked her. Her boyfriend, അവളുടെ boyfriend, asked her. Ask എന്ന് വെച്ചാൽ ചോദിക്കുക. Asked her, അവളോട് ചോദിച്ചു. Now you can see this world. Now, ഇപ്പോൾ. You can see this world. Can, കഴിയുക. See, കാണുക. This world, ഈ ലോകം. Now you can see this world. ഇപ്പോൾ നിനക്ക് ഈ ലോകം കാണാൻ കഴിയും. Will you marry me? Will you marry me എന്ന് വെച്ചാൽ നീ എന്നെ വിവാഹം കഴിക്കുമോ? Her boyfriend asked her. Now you can see this world. Will you marry me? The girl was shocked when she saw her boyfriend. കാമുകനെ കണ്ട പെൺകുട്ടി ഞെട്ടി. The girl was shocked. Shocked എന്ന് വെച്ചാൽ ഞെട്ടുക. The girl was shocked. പെൺകുട്ടി ഞെട്ടി. When she saw her boyfriend. When എന്ന് പറഞ്ഞാൽ എപ്പോൾ എന്നുള്ള ചോദ്യമായിട്ട് നമ്മൾ ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെ ആ സമയത്ത് എന്നുള്ള അർത്ഥത്തിലും നമുക്ക് ഉപയോഗിക്കാം. When she saw. See എന്ന് പറഞ്ഞാൽ കാണുക. അതിൻ്റെ പാസ്റ്റാണ് so. അവൾ കണ്ട സമയത്ത് അല്ലെങ്കിൽ കണ്ടപ്പോൾ. Her boyfriend. അവളുടെ ബോയ്ഫ്രണ്ടിനെ. When she saw her boyfriend. അവൾ അവളുടെ ബോയ്ഫ്രണ്ടിനെ കണ്ടപ്പോൾ. The girl was shocked when she saw her boyfriend. ബോയ്ഫ്രണ്ടിനെ കണ്ടപ്പോൾ പെൺകുട്ടി ഞെട്ടി. He was also blind. അവനും ബ്ലൈൻഡ് ആയിരുന്നു അല്ലെങ്കിൽ അവനും അന്ധനായിരുന്നു. He was also blind. She thought about it for a while and then refused to marry him. അവൾ കുറച്ചു നേരം ഇതേക്കുറിച്ച് ആലോചിച്ചു. എന്നിട്ട് അവനെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചു. She thought about it. Think എന്ന് പറഞ്ഞാൽ ചിന്തിക്കുക അല്ലെങ്കിൽ ആലോചിക്കുക. ഇതിൻ്റെ പാസ്റ്റാണ് thought. ചിന്തിച്ചു അല്ലെങ്കിൽ ആലോചിച്ചു. She thought about it. About എന്ന് വെച്ചാൽ കുറിച്ച്. About it ഇതേക്കുറിച്ച്. She thought about it. അവൾ ഇതേക്കുറിച്ച് ആലോചിച്ചു. For a while. For a while എന്ന് വെച്ചാൽ അല്പസമയത്തേക്ക് അല്ലെങ്കിൽ കുറച്ച് നേരം. She thought about it for a while. കുറച്ച് നേരം അവൾ ഇതേക്കുറിച്ച് ആലോചിച്ചു. And then refused to marry him. Then പിന്നെ അല്ലെങ്കിൽ എന്നിട്ട്. Refused. Refuse എന്ന് വെച്ചാൽ നിരസിക്കുക അല്ലെങ്കിൽ വിസമ്മതിക്കുക എന്നൊക്കെയാണ് അർത്ഥം. Refused to marry him. അവനെ വിവാഹം കഴിക്കാൻ വിസമ്മതിച്ചു. Her boyfriend went home in tears and later wrote a letter to her saying, "Just take care of my eyes, dear." അവളുടെ കാമുകൻ കണ്ണീരോടെ വീട്ടിലേക്ക് പോയി. പിന്നീട് അവൾക്ക് ഒരു കത്തെഴുതി. പ്രിയെ, എൻ്റെ കണ്ണുകളെ പരിപാലിക്കൂ. Her boyfriend, അവളുടെ കാമുകൻ. Went home. Went, പോയി. Went home, വീട്ടിലേക്ക് പോയി. Her boyfriend went home. അവളുടെ കാമുകൻ വീട്ടിലേക്ക് പോയി. In tears. Tears എന്ന് പറഞ്ഞാൽ കണ്ണുനീർ. In tears, കണ്ണീരോടെ. And later wrote a letter. Later എന്ന് പറഞ്ഞാൽ പിന്നീട്. റൈറ്റ് എന്ന് പറഞ്ഞാൽ എഴുതുക. അതിൻ്റെ പാസ്റ്റാണ് wrote, എഴുതി. And later wrote a letter. പിന്നീട് ഒരു ലെറ്റർ എഴുതി അല്ലെങ്കിൽ ഒരു കത്ത് എഴുതി. To her, അവൾക്ക്. Saying. Say എന്ന് വെച്ചാൽ പറയുക. എന്ത് പറഞ്ഞുകൊണ്ടാണ്? Saying, "Just take care of my eyes, dear." Take care എന്ന് പറഞ്ഞാൽ സൂക്ഷിക്കുക അല്ലെങ്കിൽ പരിപാലിക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. Just take care of my eyes. എൻ്റെ കണ്ണുകളെ പരിപാലിക്കൂ അല്ലെങ്കിൽ സൂക്ഷിക്കൂ. Dear, പ്രിയേ. Just take care of my eyes, dear. Her boyfriend went home in tears and later wrote a letter to her saying, "Just take care of my eyes, dear." ഇനി കഥയുടെ മോറൽ അല്ലെങ്കിൽ ഗുണപാഠമാണ് പറയാൻ പോകുന്നത്. When our circumstances change, our mind will also change. നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ നമ്മുടെ മനസ്സും മാറും. When our circumstances change. Circumstance എന്ന് വെച്ചാൽ സാഹചര്യം, സന്ദർഭം, അവസ്ഥ ഇതൊക്കെയാണ് അർത്ഥം. Change, മാറുക. When our circumstances change. നമ്മുടെ സാഹചര്യങ്ങൾ മാറുമ്പോൾ. Our mind will also change. നമ്മുടെ മനസ്സും മാറും. When our circumstances change, our mind will also change. Some people may not be able to see the way things were before and might not be able to appreciate them. ചില ആളുകൾക്ക് കാര്യങ്ങൾ മുമ്പത്തെ രീതിയിൽ കാണാൻ കഴിഞ്ഞേക്കില്ല. അവരെ അഭിനന്ദിക്കാൻ കഴിഞ്ഞേക്കില്ല. Some people ആളുകൾ. Some people ചില ആളുകൾ. May not എന്ന് വെച്ചാൽ ഇല്ലായിരിക്കാം. May not be able to see കാണുക. May not be able to see കാണാൻ കഴിഞ്ഞേക്കില്ല. The way things were before. Way എന്ന് വെച്ചാൽ വിധം അല്ലെങ്കിൽ രീതി എന്നുള്ള അർത്ഥത്തിലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. Things കാര്യങ്ങൾ. Before മുമ്പ്. Some people may not be able to see the way things were before. ചില ആളുകൾക്ക് കാര്യങ്ങൾ മുമ്പത്തെ രീതിയിൽ കാണാൻ കഴിഞ്ഞേക്കില്ല. And might not be able to appreciate them.
മൈറ്റ് നോട്ട് ബി ഏബിൾ, കഴിഞ്ഞേക്കില്ല. അപ്രീഷിയേറ്റ് എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക അല്ലെങ്കിൽ വിലമതിക്കുക എന്നൊക്കെയാണ് അർത്ഥം. ആൻഡ് മൈറ്റ് നോട്ട് ബി ഏബിൾ ടു അപ്രീഷിയേറ്റ് ദം, അവരെ അഭിനന്ദിക്കാൻ അല്ലെങ്കിൽ വിലമതിക്കാൻ കഴിഞ്ഞേക്കില്ല. സം പീപ്പിൾ മേ നോട്ട് ബി ഏബിൾ ടു സീ ദ വേ തിങ്സ് വെർ ബിഫോർ ആൻഡ് മൈറ്റ് നോട്ട് ബി ഏബിൾ ടു അപ്രീഷിയേറ്റ് ദം. ദർ ആർ മെനി തിങ്സ് ടു ലേൺ ഫ്രം ദി സ്റ്റോറി, നോട്ട് ജസ്റ്റ് വൺ. ഈ കഥയിൽ നിന്ന് ഒന്നല്ല, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദർ ആർ മെനി തിങ്സ് ടു ലേൺ. ലേൺ എന്ന് പറഞ്ഞാൽ പഠിക്കുക, തിങ്സ് കാര്യങ്ങൾ. ദർ ആർ മെനി തിങ്സ് ടു ലേൺ, ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫ്രം ദിസ് സ്റ്റോറി, ഈ സ്റ്റോറിയിൽ നിന്ന്, ഈ കഥയിൽ നിന്ന്. നോട്ട് ജസ്റ്റ് വൺ, ഒന്ന് മാത്രമല്ല. ദർ ആർ മെനി തിങ്സ് ടു ലേൺ ഫ്രം ദി സ്റ്റോറി, നോട്ട് ജസ്റ്റ് വൺ. നമ്മുടെ കഥയുടെ പേര് എ ട്രൂ സെർവൻറ്റ്, ഒരു യഥാർത്ഥ സേവകൻ. ട്രൂ എന്ന് പറഞ്ഞാൽ സത്യം അല്ലെങ്കിൽ കൃത്യമായ, യഥാർത്ഥമായ, ഇതൊക്കെയാണ് അർത്ഥം. സെർവൻറ്റ് ദാസൻ, ജീവനക്കാരൻ. സേവകൻ, ഭൃത്യൻ, ഇതൊക്കെയാണ് അർത്ഥം. എ ട്രൂ സെർവൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു യഥാർത്ഥ സേവകൻ. എ കിങ് ഹാഡ് എ ലാർജ് നമ്പർ ഓഫ് സ്ലേവ്സ്. ഒരു രാജാവിന് ധാരാളം ഭൃത്യന്മാർ അല്ലെങ്കിൽ ദാസന്മാർ ഉണ്ടായിരുന്നു. എ കിങ് ഹാഡ് ഉണ്ടായിരുന്നു. എ കിങ് ഹാഡ്, ഒരു രാജാവിന് ഉണ്ടായിരുന്നു. എന്താണ് ഉണ്ടായിരുന്നത്? എ ലാർജ് നമ്പർ ഓഫ് സ്ലേവ്സ്. ലാർജ് എന്ന് പറഞ്ഞാൽ വലിയ അല്ലെങ്കിൽ വിശാലമായ. എ ലാർജ് നമ്പർ എന്ന് വെച്ചാൽ ഒരു വലിയ സംഖ്യ അല്ലെങ്കിൽ ഭീമമായ സംഖ്യ. സ്ലേവ് എന്ന് പറഞ്ഞാൽ അടിമ, ദാസൻ, ഭൃത്യൻ, ഇതൊക്കെയാണ് അർത്ഥം. എ ലാർജ് നമ്പർ ഓഫ് സ്ലേവ്സ് എന്ന് വെച്ചാൽ ധാരാളം അടിമകൾ അല്ലെങ്കിൽ ധാരാളം ഭൃത്യന്മാർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. എ കിങ് ഹാഡ് എ ലാർജ് നമ്പർ ഓഫ് സ്ലേവ്സ്. ഒരു രാജാവിന് ധാരാളം ഭൃത്യന്മാർ ഉണ്ടായിരുന്നു. വൺ ഓഫ് ദം വാസ് വെരി ബ്ലാക്ക്. അതിലൊരാൾ നല്ല കറുപ്പായിരുന്നു. വൺ, ഒന്ന്. ദം എന്ന് വെച്ചാൽ അവരെ, അവരിൽ, അവരോട്, ഇതൊക്കെയാണ് അർത്ഥം. അപ്പോൾ വൺ ഓഫ് ദം എന്ന് പറഞ്ഞാൽ അവരിൽ ഒരാൾ. വാസ് വെരി ബ്ലാക്ക്. വാസ് ആയിരുന്നു. ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ കറുപ്പ്. വെരി ബ്ലാക്ക് വളരെ കറുപ്പ് അല്ലെങ്കിൽ നല്ല കറുപ്പ്. വൺ ഓഫ് ദം വാസ് വെരി ബ്ലാക്ക്. അതിലൊരാൾ നല്ല കറുപ്പായിരുന്നു. ഹി വാസ് ട്രൂ ടു ദ കിങ്. അവൻ രാജാവിനോട് സത്യസന്ധനായിരുന്നു. ട്രൂ നമ്മൾ നേരത്തെ പറഞ്ഞു, സത്യമായ അല്ലെങ്കിൽ കൃത്യമായ, വിശ്വസ്തതയുള്ള എന്നൊക്കെയാണ് അർത്ഥം. ഹി വാസ് ട്രൂ ടു ദ കിങ്. അവൻ രാജാവിനോട് സത്യസന്ധനായിരുന്നു. സോ ദ കിങ് ലവ്ഡ് ഹിം ഗ്രേറ്റ്ലി. അതിനാൽ രാജാവ് അവനെ വളരെയധികം സ്നേഹിച്ചു. സോ അതുകൊണ്ട് അല്ലെങ്കിൽ അതിനാൽ. കിങ് എന്ന് പറഞ്ഞാൽ രാജാവ്. ലവ് ഇഷ്ടം അല്ലെങ്കിൽ സ്നേഹം. ലവ്ഡ് എന്ന് വെച്ചാൽ സ്നേഹിക്കപ്പെടുന്ന അല്ലെങ്കിൽ സ്നേഹിച്ചു. ദ കിങ് ലവ്ഡ് ഹിം. ഹിം അവനെ. ദ കിങ് ലവ്ഡ് ഹിം. രാജാവ് അവനെ സ്നേഹിച്ചു. ഗ്രേറ്റ്ലി എന്ന് പറഞ്ഞാൽ വളരെ, അധികമായി, ഏറ്റവും, ഇതൊക്കെയാണ് അർത്ഥം. ദ കിങ് ലവ്ഡ് ഹിം ഗ്രേറ്റ്ലി. രാജാവ് അവനെ വളരെയധികം സ്നേഹിച്ചു. വൺ ഡേ ദ കിങ് വെൻറ്റ് ഔട്ട് ഓൺ എ ക്യാമൽ. ഒരു ദിവസം രാജാവ് ഒട്ടകപ്പുറത്ത് പുറത്തുപോയി. വൺ ഡേ, ഒരു ദിവസം. ദ കിങ്, രാജാവ്. വെൻറ്റ് ഔട്ട്, ഗോ എന്ന് പറഞ്ഞാൽ പോവുക. അതിൻ്റെ പാസ്റ്റാണ് വെൻറ്റ്. വെൻറ്റ് എന്ന് പറഞ്ഞാൽ പോയി. വെൻറ്റ് ഔട്ട് എന്ന് വെച്ചാൽ പുറത്തുപോയി. ദ കിങ് വെൻറ്റ് ഔട്ട് ഓൺ എ ക്യാമൽ. ക്യാമൽ എന്ന് പറഞ്ഞാൽ ഒട്ടകം. ദ കിങ് വെൻറ്റ് ഔട്ട് ഓൺ എ ക്യാമൽ. രാജാവ് ഒട്ടകപ്പുറത്ത് പുറത്തുപോയി. സം സ്ലേവ്സ് വാക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കിങ്. ചില ഭൃത്യന്മാർ രാജാവിൻ്റെ മുമ്പിലൂടെ നടന്നു. സം കുറച്ച് അല്ലെങ്കിൽ ചില. സ്ലേവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഭൃത്യൻ, ദാസൻ, അടിമ, ഇതൊക്കെയാണ് അർത്ഥം. സം സ്ലേവ്സ് എന്ന് വെച്ചാൽ ചില ഭൃത്യന്മാർ അല്ലെങ്കിൽ ചില ദാസന്മാർ. വാക്ക്ഡ്, വാക്ക് എന്ന് പറഞ്ഞാൽ നടക്കുക. വാക്ക്ഡ് എന്ന് പറഞ്ഞാൽ നടന്നു. ഇൻ ഫ്രണ്ട് എന്ന് വെച്ചാൽ മുമ്പിൽ. ഇൻ ഫ്രണ്ട് ഓഫ് ദ കിങ്. കിങ് രാജാവ്. ഇൻ ഫ്രണ്ട് ഓഫ് ദ കിങ്, രാജാവിൻ്റെ മുമ്പിൽ. സം സ്ലേവ്സ് വാക്ക്ഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ കിങ്. ചില ഭൃത്യന്മാർ രാജാവിൻ്റെ മുന്നിലൂടെ നടന്നു. അതേഴ്സ് വെൻ ബിഹൈൻഡ് ദ കിങ്. മറ്റുള്ളവർ രാജാവിൻ്റെ പുറകെ പോയി. അതേഴ്സ് മറ്റുള്ളവർ. വെൻറ്റ് പോയി. ബിഹൈൻഡ് എന്ന് പറഞ്ഞാൽ പുറകിൽ അല്ലെങ്കിൽ പിന്നാലെ, പിൻവശത്ത്, ഇതൊക്കെയാണ് അർത്ഥം. കിങ് രാജാവ്. ബിഹൈൻഡ് ദ കിങ് എന്ന് വെച്ചാൽ രാജാവിൻ്റെ പുറകെ. അതേഴ്സ് വെൻറ്റ് ബിഹൈൻഡ് ദ കിങ്. മറ്റുള്ളവർ രാജാവിൻ്റെ പുറകെ പോയി. ദ ബ്ലാക്ക് സ്ലേവ് റോഡ് ഓൺ എ ഹോഴ്സ് ബൈ ദ സൈഡ് ഓഫ് ഹിസ് മാസ്റ്റർ ദ കിങ്. കറുത്ത ഭൃത്യൻ തൻ്റെ യജമാനായ രാജാവിൻ്റെ അരികിൽ കുതിരപ്പുറത്ത് കയറി. ദ ബ്ലാക്ക് സ്ലേവ് റോഡ് ഓൺ എ ഹോഴ്സ്. ബ്ലാക്ക് സ്ലേവ് കറുത്ത ഭൃത്യൻ. റോഡ് എന്ന് വെച്ചാൽ സവാരി ചെയ്യുക. ഹോഴ്സ് കുതിര. ദ ബ്ലാക്ക് സ്ലേവ് റോഡ് ഓൺ എ ഹോഴ്സ്. കറുത്ത ഭൃത്യൻ കുതിരപ്പുറത്ത് സവാരി ചെയ്തു അല്ലെങ്കിൽ കുതിരപ്പുറത്ത് കയറി. ബൈ ദ സൈഡ് ഓഫ് ഹിസ് മാസ്റ്റർ. ബൈ ദ സൈഡ് എന്ന് വെച്ചാൽ അരികിൽ. മാസ്റ്റർ യജമാനൻ അല്ലെങ്കിൽ അധിപൻ. ബൈ ദ സൈഡ് ഓഫ് ഹിസ് മാസ്റ്റർ.
തൻ്റെ യജമാനൻ്റെ അരികിൽ. യജമാനൻ ആരാണ്? ദ കിങ്, രാജാവ്. ബൈ ദ സൈഡ് ഓഫ് ഹിസ് മാസ്റ്റർ, ദ കിങ്. തൻ്റെ യജമാനായ രാജാവിൻ്റെ അരികിൽ. ദ കിങ് ഹാഡ് എ ബോക്സ്. രാജാവിന് ഒരു പെട്ടി ഉണ്ടായിരുന്നു. ബോക്സ്, പെട്ടി. ദ കിങ് ഹാഡ് എ ബോക്സ്. ഹാഡ് ഉണ്ടായിരുന്നു. ദ കിങ് ഹാഡ് എ ബോക്സ്. രാജാവിന് ഒരു പെട്ടി ഉണ്ടായിരുന്നു. There were pearls in it. അതിൽ പവിഴങ്ങൾ ഉണ്ടായിരുന്നു. There were അവിടെ ഉണ്ടായിരുന്നു. പേൾ എന്ന് പറഞ്ഞാൽ പവിഴം അല്ലെങ്കിൽ മുത്ത്. ഇൻ ഇറ്റ് അതിൽ. There were pearls in it. അതിൽ പവിഴങ്ങൾ ഉണ്ടായിരുന്നു. On the way, the box fell down a narrow street. വഴിമധ്യേ പെട്ടി ഇടുങ്ങിയ തെരുവിൽ വീണു. On the way. വേ എന്ന് പറഞ്ഞാൽ വഴി അല്ലെങ്കിൽ പാത. On the way എന്ന് പറഞ്ഞാൽ വഴിയിൽ അല്ലെങ്കിൽ വഴിമധ്യേ. The box fell down. ബോക്സ്, പെട്ടി. fall എന്ന് പറഞ്ഞാൽ വീഴുക. fell എന്ന് പറഞ്ഞാൽ വീണു. fell down എന്ന് വെച്ചാൽ താഴെ വീണു. ദ ബോക്സ് ഫെൽ ഡൗൺ. ബോക്സ് അല്ലെങ്കിൽ പെട്ടി താഴെ വീണു. എവിടെയാണ് വീണത്? a narrow street. നാരോ എന്ന് പറഞ്ഞാൽ ഇടുങ്ങിയ, വീതി കുറവായ അല്ലെങ്കിൽ കുടുസായ എന്നൊക്കെയാണ് അർത്ഥം. സ്ട്രീറ്റ് എന്ന് പറഞ്ഞാൽ തെരുവ്. നാരോ സ്ട്രീറ്റ് എന്ന് വെച്ചാൽ ഇടുങ്ങിയ തെരുവ്. ദ ബോക്സ് ഫെൽ ഡൗൺ എ നാരോ സ്ട്രീറ്റ്. പെട്ടി ഇടുങ്ങിയ തെരുവിൽ വീണു. ഇറ്റ് ബ്രോക്ക് ഇൻ ടു പീസസ്. അത് കഷ്ണങ്ങളായി തകർന്നു. ഇറ്റ് അത്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടുക അല്ലെങ്കിൽ തകരുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ബ്രോക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടി അല്ലെങ്കിൽ തകർന്നു. ഇൻ ടു പീസസ് കഷ്ണങ്ങളായി. പീസസ് എന്ന് വെച്ചാൽ കഷ്ണങ്ങൾ. ഇൻ ടു പീസസ് കഷ്ണങ്ങളായി. ഇറ്റ് ബ്രോക്ക് ഇൻ ടു പീസസ്. അത് കഷ്ണങ്ങളായി തകർന്നു. ദ പേൾസ് റോൾഡ് ഓൺ ദ ഗ്രൗണ്ട്. മുത്തുകൾ അല്ലെങ്കിൽ പവിഴങ്ങൾ നിലത്ത് ഉരുണ്ടു. പേൾസ് നമ്മൾ നേരത്തെ പറഞ്ഞു മുത്തുകൾ അല്ലെങ്കിൽ പവിഴങ്ങൾ. റോൾ എന്ന് പറഞ്ഞാൽ ഉരുളുക അല്ലെങ്കിൽ ചുരുട്ടുക എന്നൊക്കെയാണ് അർത്ഥം. റോൾഡ് എന്ന് പറഞ്ഞാൽ ഉരുട്ടിയ അല്ലെങ്കിൽ ഉരുണ്ടു. ദ പേൾസ് റോൾഡ്. മുത്തുകൾ അല്ലെങ്കിൽ പവിഴങ്ങൾ ഉരുണ്ടു. എവിടെയാ? ഓൺ ദ ഗ്രൗണ്ട്. ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ നിലം അല്ലെങ്കിൽ തറ. ദ പേൾസ് റോൾഡ് ഓൺ ദ ഗ്രൗണ്ട്. പവിഴങ്ങൾ നിലത്തുരുണ്ടു. ദ കിങ് സെഡ് ദിസ് ടു ഹിസ് സ്ലേവ്സ്. രാജാവ് തൻ്റെ ഭൃത്യന്മാരോട് ഇപ്രകാരം പറഞ്ഞു. ദ കിങ് സെഡ് ദിസ്. കിങ് രാജാവ്. സെഡ് പറഞ്ഞു. ദിസ് ഇത് അല്ലെങ്കിൽ ഇപ്പറഞ്ഞത്. ദ കിങ് സെഡ് ദിസ്. രാജാവ് ഇത് പറഞ്ഞു. ടു ഹിസ് സ്ലേവ്സ്. ആരോടാ പറഞ്ഞത്? ടു ഹിസ് സ്ലേവ്സ്. സ്ലേവ്സ് നമ്മൾ നേരത്തെ പറഞ്ഞു ഭൃത്യന്മാർ അല്ലെങ്കിൽ ദാസന്മാർ. തൻ്റെ ഭൃത്യന്മാരോട് രാജാവ് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഗോ ആൻഡ് ടേക്ക് ദ പേൾസ്. ഗോ പോവുക. ടേക്ക് എടുക്കുക. പേൾസ് മുത്തുകൾ അല്ലെങ്കിൽ പവിഴങ്ങൾ. ഗോ ആൻഡ് ടേക്ക് ദ പേൾസ്. പോയി മുത്തുകൾ അല്ലെങ്കിൽ പവിഴങ്ങൾ എടുക്കൂ. ഐ ഡു നോട്ട് വാണ്ട് ദം എനി ലോങ്ങർ സെഡ് ദ കിങ്. എനിക്കവയെ ഇനി വേണ്ട, രാജാവ് പറഞ്ഞു. ഐ ഡു നോട്ട് വാണ്ട് എന്ന് വെച്ചാൽ എനിക്ക് ആവശ്യമില്ല അല്ലെങ്കിൽ എനിക്ക് വേണ്ട. ദം അവരെ അല്ലെങ്കിൽ അവയെ. എനി ലോങ്ങർ എന്ന് പറഞ്ഞാൽ ഇനി മുതൽ അല്ലെങ്കിൽ ഇനി. ഐ ഡു നോട്ട് വാണ്ട് ദം എനി ലോങ്ങർ. എനിക്കിനി അവയെ വേണ്ട. സെഡ് ദ കിങ്. സെഡ് പറഞ്ഞു. കിങ് രാജാവ്. സെഡ് ദ കിങ് രാജാവ് പറഞ്ഞു. ദ സ്ലേവ്സ് റാൻ ആൻഡ് ഗാദേർഡ് ദ പേൾസ്. ഭൃത്യന്മാർ ഓടിച്ചെന്ന് പവിഴങ്ങൾ പെറുക്കി. ദ സ്ലേവ്സ് റാൻ. സ്ലേവ്സ് ഭൃത്യന്മാർ. റൺ എന്ന് പറഞ്ഞാൽ ഓടുക. അപ്പോൾ റാൻ എന്ന് പറഞ്ഞാൽ ഓടി. ദ സ്ലേവ്സ് റാൻ. ഭൃത്യന്മാർ ഓടി. ആൻഡ് ഗാദേർഡ് ദ പേൾസ്. ഗാദർ എന്ന് പറഞ്ഞാൽ പെറുക്കിയെടുക്കുക, ശേഖരിക്കുക, സമാഹരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. പേൾസ് പവിഴങ്ങൾ അല്ലെങ്കിൽ മുത്തുകൾ. ആൻഡ് ഗാദേർഡ് ദ പേൾസ്. മുത്തുകൾ അല്ലെങ്കിൽ പവിഴങ്ങൾ പെറുക്കിയെടുത്തു. ദേ ടുക്ക് ദോസ് പേൾസ്. അവർ ആ മുത്തുകൾ എടുത്തു. ടേക്ക് എന്ന് പറഞ്ഞാൽ എടുക്കുക. ടുക്ക് എന്ന് പറഞ്ഞാൽ എടുത്തു. ദേ ടുക്ക് അവർ എടുത്തു. ദോസ് ആ പേൾസ് പവിഴങ്ങൾ അല്ലെങ്കിൽ മുത്തുകൾ. ദേ ടുക്ക് ദോസ് പേൾസ്. അവർ ആ മുത്തുകൾ അല്ലെങ്കിൽ പവിഴങ്ങൾ എടുത്തു. ദ ബ്ലാക്ക് സ്ലേവ് ഡിഡ് നോട്ട് ലീവ് ഹിസ് പ്ലേസ്. കറുത്ത ഭൃത്യൻ തൻ്റെ സ്ഥലം വിട്ടു പോയില്ല. ദ ബ്ലാക്ക് സ്ലേവ്. ബ്ലാക്ക് സ്ലേവ് എന്ന് വെച്ചാൽ കറുത്ത ഭൃത്യൻ അല്ലെങ്കിൽ സേവകൻ. ഡിഡ് നോട്ട് ലീവ് ഹിസ് പ്ലേസ്. ലീവ് എന്ന് പറഞ്ഞാൽ ഉപേക്ഷിക്കുക, പോവുക, വിട്ടുപോവുക, ഇതൊക്കെയാണ് അർത്ഥം. ഡിഡ് നോട്ട് ലീവ് എന്ന് വെച്ചാൽ വിട്ടില്ല. ഹിസ് പ്ലേസ്. പ്ലേസ് സ്ഥലം, അവൻ്റെ സ്ഥലം. ഡിഡ് നോട്ട് ലീവ് ഹിസ് പ്ലേസ്. തൻ്റെ സ്ഥലം വിട്ടു പോയില്ല. ഹി വാസ് ബൈ ദ സൈഡ് ഓഫ് ഹിസ് മാസ്റ്റർ. അവൻ തൻ്റെ യജമാനൻ്റെ അരികിലുണ്ടായിരുന്നു. ബൈ ദ സൈഡ് എന്ന് വെച്ചാൽ അരികിൽ. മാസ്റ്റർ യജമാനൻ അല്ലെങ്കിൽ അധിപൻ. ഹി വാസ് ബൈ ദ സൈഡ് ഓഫ് ഹിസ് മാസ്റ്റർ. അവൻ തൻ്റെ യജമാനൻ്റെ അരികിലുണ്ടായിരുന്നു. ഹി ഗാർഡഡ് ഹിസ് മാസ്റ്റർ. അവൻ തൻ്റെ യജമാനെ കാത്തു അല്ലെങ്കിൽ സംരക്ഷിച്ചു. ഗാർഡ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുക, രക്ഷിക്കുക, കാക്കുക അല്ലെങ്കിൽ കാവൽ നിൽക്കുക എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ ഗാർഡഡ് എന്ന് പറഞ്ഞാൽ കാത്തു അല്ലെങ്കിൽ സംരക്ഷിച്ചു, കാവൽ നിന്നു, ഇതൊക്കെയാണ് അർത്ഥം. ഹി ഗാർഡഡ് ഹിസ് മാസ്റ്റർ. അവൻ തൻ്റെ യജമാനെ കാത്തു അല്ലെങ്കിൽ സംരക്ഷിച്ചു. ഹി കെയർഡ് ഫോർ ദ ലൈഫ് ഓഫ് ഹിസ് മാസ്റ്റർ. അവൻ തൻ്റെ യജമാനൻ്റെ ജീവനെ കരുതി അല്ലെങ്കിൽ ശ്രദ്ധിച്ചു. കെയർ എന്ന് പറഞ്ഞാൽ കരുതൽ
അല്ലെങ്കിൽ ശ്രദ്ധിക്കുക, ഗൗനിക്കുക, പരിചരിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ലൈഫ് ജീവിതം അല്ലെങ്കിൽ ജീവൻ. ഹി കെയർഡ് അവൻ കരുതി അല്ലെങ്കിൽ ശ്രദ്ധിച്ചു. ഫോർ ദ ലൈഫ് ഓഫ് ഹിസ് മാസ്റ്റർ തൻ്റെ യജമാനൻ്റെ ജീവന് വേണ്ടി. ഹി ഡിഡ് നോട്ട് കെയർ ഫോർ ദ മാസ്റ്റേഴ്സ് പേൾസ് യജമാനൻ്റെ പവിഴങ്ങളെ അവൻ ശ്രദ്ധിച്ചില്ല. കെയർ ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഗൗനിക്കുക. ഹി ഡിഡ് നോട്ട് കെയർ അവൻ കാര്യമാക്കിയില്ല അല്ലെങ്കിൽ ശ്രദ്ധിച്ചില്ല. ഫോർ ദ മാസ്റ്റേഴ്സ് പേൾസ് യജമാനൻ്റെ പവിഴങ്ങൾക്ക് വേണ്ടി. ഹി വാസ് ദ ട്രൂ സെർവൻറ്റ് അവൻ യഥാർത്ഥ സേവകനായിരുന്നു. ട്രൂ സത്യം അല്ലെങ്കിൽ യഥാർത്ഥമായ. സെർവൻറ്റ് സേവകൻ അല്ലെങ്കിൽ ദാസൻ. ഹി വാസ് ദ ട്രൂ സെർവൻറ്റ് അവൻ യഥാർത്ഥ സേവകനായിരുന്നു. ദ കിങ് ഒബ്സർവ്ഡ് ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സെർവൻറ്റ് ആൻഡ് ഗേവ് ഹിം മെനി ഗിഫ്റ്റ്സ് രാജാവ് വൃത്യന്റെ പെരുമാറ്റം നിരീക്ഷിക്കുകയും അദ്ദേഹത്തിന് ധാരാളം സമ്മാനങ്ങൾ നൽകുകയും ചെയ്തു. ദ കിങ് ഒബ്സർവ്ഡ് ഒബ്സർവ് എന്ന് പറഞ്ഞാൽ നിരീക്ഷിക്കുക. ഒബ്സർവ്ഡ് എന്ന് വെച്ചാൽ നിരീക്ഷിച്ചു. ദ കിങ് ഒബ്സർവ്ഡ് രാജാവ് നിരീക്ഷിച്ചു. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സെർവൻറ്റ് ആറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ പെരുമാറ്റം, ഭാവം, മനസ്ഥിതി, ഇതൊക്കെയാണ് അർത്ഥം. ദി ആറ്റിറ്റ്യൂഡ് ഓഫ് ദ സെർവൻറ്റ് സേവകന്റെ പെരുമാറ്റം അല്ലെങ്കിൽ മനോഭാവം. ആൻഡ് ഗേവ് ഹിം ഗീവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുക. ഗേവ് എന്ന് പറഞ്ഞാൽ കൊടുത്തു. ആൻഡ് ഗേവ് ഹിം അവന് കൊടുത്തു. മെനി ഗിഫ്റ്റ്സ് മെനി എന്ന് പറഞ്ഞാൽ ധാരാളം. ഗിഫ്റ്റ് സമ്മാനം. മെനി ഗിഫ്റ്റ്സ് ധാരാളം സമ്മാനം.